വീണ്ടും അതിരപ്പള്ളിയിലേക്ക് പോവുകയാണ്. ചാലക്കുടി അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനെ മയക്കുവെടി വെച്ചു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. നേരത്തെ CV അനുമോദ് തന്നെ പറഞ്ഞിരുന്നു. അത് ദൗത്യസംഘം ഡോക്ടർ അരുൺ സക്കറിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുകയായിരുന്നു. ഈ ഒരു വളരെ ആശയക്കുഴപ്പമുള്ള ഒരു ഭൂപ്രകൃതി കാരണം ഇത് നീണ്ടുപോകും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. CV അനുമോദ് ചേരുന്നു. അനുമോദ്, വൈകുന്നേരം വരെ നിൽക്കേണ്ട, അപ്പോഴേക്കും ദൗത്യസംഘത്തിന് ഇത് പ്രതീക്ഷയുള്ള സൂചനകൾ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞു. അപ്പോൾ ചികിത്സ നൽകാനുള്ള നടപടിയിലേക്ക് വളരെ പെട്ടെന്ന് കടക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപർണ, മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ലഭിച്ചത് മയക്കുവെടി വെച്ചിട്ടില്ല എന്നാണ് വാഴച്ചാൽ DFO ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആനയെ പ്ലാന്റേഷൻ മേഖലയിലേക്ക് ഓടിച്ചു കൊണ്ടുവരികയും അതിനെ പടക്കം പൊട്ടിച്ച് നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും നടന്നു. പക്ഷേ ആന പ്ലാന്റേഷനുള്ളിലേക്ക് ഓടിക്കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മയക്കുവെടി എന്ന് കരുതിയത് ആനയെ ഓടിച്ചു കയറ്റിയപ്പോൾ അതിനുവേണ്ടി വെച്ച പടക്കത്തിന്റെ ശബ്ദമാണ് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. മയക്കുവെടി വെച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ വാഴച്ചാൽ DFO ഇപ്പോൾ നമ്മോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. എന്നാണെങ്കിലും ഒരു മിഷൻ അത് തുടരുക തന്നെയാണ്. നേരത്തെ ആന നിന്നിരുന്ന ഈ ദൗത്യത്തിന് ദുഷ്കരമായ ഒരു ഭൂപ്രകൃതിയിൽ നിന്നും നേരത്തെ പ്ലാന്റേഷൻ മേഖലയിലേക്ക്, അതായത് DFOയും ഈ ദൗത്യസംഘവും നിൽക്കുന്ന ആ മേഖലയിലേക്ക് ആനയെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ മയക്കുവെടി വെക്കാൻ ഇതുവരേക്ക് സാധിച്ചിട്ടില്ല എന്നാണ് DFO ഇപ്പോൾ അറിയിച്ചത്. അപർണ, അതായത് വൈകുന്നേരത്തോടു കൂടി നേരത്തെ അനുമോദ ആ ഒരു പ്രതീക്ഷ നടക്കുമെന്ന് തന്നെയാണോ? കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് എത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ? കൂടുതൽ സഹായത്തിന് എലിഫന്റ് സ്ക്വാഡ് അടക്കമുള്ളവർ എത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ? അതായത് ഈ ദൗത്യത്തിൽ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് ദൗത്യസംഘത്തിലുള്ളവർ പറയുന്നത്. കാരണം ഈ ആന നിൽക്കുന്ന സ്ഥലം അതൊരു ചാലക്കുടി പുഴയ്ക്കും അത് തുരുത്തിനും അതിനകത്ത് ചേർന്നുള്ള പ്ലാന്റേഷനും ഇടയിലാണ്. അപ്പോൾ ഇത് നിലവിലുള്ള ആളുകൾക്ക്, നിലവിലുള്ള ദൗത്യസംഘങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്ര ദൂരം മാത്രമേ ഇപ്പോഴുള്ളൂ, ഈ ഒരു മേഖലയ്ക്കുള്ളൂ. അവിടെ അവർക്ക് അനുയോജ്യമായ ആന മയക്കുവെടി വെച്ചാലും സുരക്ഷിതനായി നിൽക്കും എന്നുറപ്പുള്ള ഒരു മേഖലയിലേക്കാണ് ആനയെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. കൂടുതൽ ദൗത്യസംഘങ്ങൾ ഇപ്പോൾ എത്തേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. എന്നാണെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുങ്കിയാനെ കൊണ്ടുവരുമെന്നായിരുന്നു ആദ്യത്തെ ഒരു റിപ്പോർട്ടെങ്കിലും അതില്ലാതെ തന്നെ ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. സമയം ഉച്ചയാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മിഷൻ ഇന്ന് പൂർത്തീകരിക്കാനാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. CV അനുമോദ് പറയുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇതിൽ മിഷൻ പൂർണ്ണമാക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഡോക്ടർ അരുൺ സക്കറിയ നേതൃത്വം നൽകുന്ന ദൗത്യ സംഘത്തിനുണ്ട്. മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല, മയക്കുവെടി വെച്ച് ചികിത്സ നൽകും. അപ്പോഴും അനുമോദ ഈ ഭക്ഷണം എടുക്കുന്നില്ല എന്നുള്ളൊരു നേരത്തെ ഒരു വിഷയമുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ഈ ആനയുടെ നില ഈ ക്ഷീണമുള്ളത് കൊണ്ട് ഈ അവശ നിലയിലായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിനെല്ലാം ഉണ്ടാകുന്ന ഒരു തടസ്സങ്ങൾ, അതിന്റെ എന്തെങ്കിലും ഒരു മോണിറ്ററിംഗിൽ കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുണ്ടോ? അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം ചികിത്സ നൽകാൻ ഒരുങ്ങുന്ന ദൗത്യസംഘം. അത് നീണ്ടുപോകുന്നത് ആന തുരുത്തിൽ തന്നെ നിലയുറപ്പിക്കുന്നത് കൊണ്ടാണ്. വൈകുന്നേരത്തോടുകൂടി അത് ഈ മിഷൻ പൂർണ്ണമാക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ദൗത്യസംഘം ഇപ്പോഴും പ്രകടമാക്കും.